വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവരെയും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. എല്ലാവരും സന്തോഷമുള്ളവരും സമാധാനം ഉള്ളവരുമായിരിക്കുന്നു എന്ന് കരുതുന്നു. കർത്താവായ യേശു തന്റെ സമാധാനം നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടാണ് പോയത്. ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും എന്ന് നാം വായിക്കുന്നു. നീതീകരിക്കുന്നവൻ ദൈവം എന്ന് വായിക്കുന്നു. വെളിപാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ കഴിഞ്ഞ ദിവസം പ്രധാനമായും നാം പഠിച്ചത് വായിച്ചത് 7 മുദ്രകൾ ഓപ്പൺ ചെയ്യുന്നു. സിംഹാസനാരൂഢനായിരിക്കുന്ന പിതാവിന്റെ കയ്യിൽ നിന്ന് പുത്രൻ തമ്പുരാൻ യേശു ക്രിസ്തു കടന്നു വന്ന് 7 മുദ്രകൾ ഉള്ള, ഇത് ചുരുളാണ്, ആ ചുരുള് വാങ്ങിച്ച് ഓരോ മുദ്രയും ഓപ്പൺ ചെയ്ത് ഓരോ അധ്യായങ്ങളും വായിക്കുക. അതിലെഴുതിയിരിക്കുന്ന ന്യായവിധി ഭൂമിയില് അന്ന് 7 വർഷക്കാലത്തെ മഹോപദ്രവ സമയത്ത് വസിക്കുന്ന ജനങ്ങളുടെ മേൽ വന്ന് ഭവിക്കുകയാണ്. ഓരോ മുദ്ര തുറക്കുമ്പോൾ അങ്ങനെ 1, 2, 3, 4 മുദ്രകൾ തുറന്നപ്പോൾ 4 കുതിരകളുടെ പുറത്ത് കുതിര സവാരിക്കാരൻ കടന്നു വരുന്നത് കണ്ടു. ഈ സമയം എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ 7-year ട്രിബുലേഷൻ പീരീഡ്. 7 വർഷത്തെ മഹോപദ്രവ കാലത്തിന്റെ ആരംഭ ദിശയിലാണ് ആ 4 ഹോഴ്സ്മെൻ ഓഫ് ദ അപ്പോക്കാലിപ്സ് എന്നറിയപ്പെടുന്ന ആ 4 റൈഡേഴ്സ് ഓഫ് ഹോഴ്സ്മെൻ കടന്നു വരുന്നത് അപ്പോഴാണ്. ഇവര് നാം കഴിഞ്ഞ ദിവസം പഠിച്ചതുപോലെ വലിയ ശല്യക്കാരായിട്ടല്ല ആന്റൈ ക്രൈസ്റ്റിന്റെ വിവിധ മുഖങ്ങൾ, വിവിധ ഭാവങ്ങൾ ആയിരിക്കുന്ന ഈ 4 ഹോഴ്സ്മെൻ ഓഫ് ദ അപ്പോക്കാലിപ്സ് വരുന്നത് സമാധാന രൂപേണ ആണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഭൂമി മുഴുവൻ സമാധാനമാണ്, എങ്ങും യുദ്ധം ഒന്നുമില്ല എന്നല്ല, യുദ്ധം ചെയ്തുകൊണ്ട് തന്നെ തനിക്കെതിരെ വരുന്ന ശത്രുക്കളെ നിഗ്രഹിച്ചുകൊണ്ട് തന്നെ രാജ്യങ്ങളെയും ഗോത്രങ്ങളെയും തകർത്തുകൊണ്ട് തന്നെ, എന്നാൽ പൊതുവെ സമാധാന പ്രേമിയായിട്ട് ആന്റൈ ക്രൈസ്റ്റിന്റെ 4 മുഖങ്ങൾ 4 കുതിര സവാരികളിൽ കൂടി പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാം. എന്നാൽ 4-ാം മുദ്രയ്ക്ക് ശേഷം 5-ാമത്തെ മുദ്ര ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ആർക്കും എണ്ണിക്കൂടാതെ ഒരു വലിയ പുരുഷാരം യാഗപീഠത്തിന്റെ ഓൾട്ടറിന്റെ കീഴിൽ സ്വർഗത്തിൽ നിൽക്കുന്നത്, മാർട്ടിയർ ആയിരിക്കുന്നവരെ അവിടെ നിന്ന് നിലവിളിക്കുന്നത് കാണാം. അതിനുശേഷം 6-ാം മുദ്ര ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ്പോണൻഷ്യലി സംഭവങ്ങള് മാറുകയാണ്, ന്യായവിധി മാറുകയാണ്, ആന്റൈ ക്രൈസ്റ്റിന്റെ മുഖഭാവം അങ്ങ് മാറുകയാണ്. എക്സ്പോണൻഷ്യലി ജഡ്ജ്മെന്റിന്റെ ആ സിവിയറിറ്റി അങ്ങ് കൂടുകയാണ്, പെട്ടെന്ന് വർദ്ധിക്കുകയാണ്. 6-ാം മുദ്ര ഓപ്പൺ ചെയ്യുന്ന ആ സമയം മുതൽ വലിയൊരു ഭൂകമ്പത്തോടുകൂടി തുടക്കം ആരംഭിച്ചു. ഭൂകമ്പത്തിനോടുകൂടി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ആകാശത്ത് നിന്ന് അനേക മീറ്റിയേഴ്സ്, ഉൽക്കകൾ ഭൂമിയില് വന്ന് പതിച്ചു. അത്തിവൃക്ഷം തളിർത്ത് നിൽക്കുമ്പോൾ, കായ് നിറച്ച് നിൽക്കുമ്പോൾ അതൊന്ന് പിടിച്ച് കുലുക്കിയാൽ അത്തിപ്പഴം താഴോട്ട് ഉതിർന്നു വീഴുന്നത് പോലെ ആകാശത്തു നിന്ന് ചടപട അവിടുന്നും ഇവിടുന്നും ഒക്കെയും ഭൂമിയിലേക്ക് വന്ന് ഉൽക്കകൾ വീഴുകയാണ്, ഭൂമിയെ നശിപ്പിക്കുകയാണ്. സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം, അല്ലെങ്കിൽ യഹൂദൻ ചിന്തിച്ചിരുന്ന അവരുടെ സമാധാന പ്രേമിയായ മശിഹായാണെന്ന് കരുതി പോന്ന ആ ആന്റൈ ക്രൈസ്റ്റിന്റെ മുഖഭാവം മാറി 6-ാം മുദ്ര തുറന്നതോടുകൂടി, 7-ാം മുദ്ര ഓപ്പൺ ചെയ്തതോടുകൂടി, 6-ാം മുദ്ര ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ കണ്ടു 144,000 പേരുടെ മുൻപിൽ ഒരു ദൂതൻ അവരുടെ നെറ്റിമേൽ പിതാവിന്റെ നാമം മുദ്ര ചെയ്യുന്നത് നാം കണ്ടു. നാം പറഞ്ഞു, നമ്മുടെ ഓരോരുത്തരുടെയും നെറ്റിമേൽ ഇന്ന് പിതാവിന്റെ നാമം ഇന്ന് മുദ്രയിട്ടിരിക്കുകയാണ്. ദ ഗ്രേറ്റ് ഐ ആം ദാറ്റ് ഐ ആം എന്ന നാമം
ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും മുൻപിൽ മുദ്രണം ചെയ്തിരിക്കുകയാണ്. ആ മുദ്ര, ഐ ആം ദാറ്റ് ഐ ആം എന്ന മുദ്ര, ആ 144,000 ജൂബിഷ് ഇവാഞ്ചലിസ്റ്റിന്റെ നെറ്റിമേൽ മുദ്രയിടുവാനായിട്ട് 7-ാം അധ്യായത്തിൽ ദൂതൻ സമുദ്രത്തിൽ നിന്ന് കയറി വരികയാണ്. മറ്റു 4 ദൂതന്മാർ ആ ഭൂമിയെ നശിപ്പിക്കാതെ വണ്ണം 4 കോണിൽ നിന്നും, ഭൂമിയുടെ 4 കോണിൽ നിന്നും 4 കാറ്റുകളെ മുറുകെ പിടിച്ച് കൊണ്ടിരിക്കുമ്പോൾ ഈ ദൂതൻ വന്ന് 144,000 ജൂബിഷ് ഇവാഞ്ചലിസ്റ്റിന്റെ നെറ്റിമേൽ മുദ്രയിടുന്നു. വീണ്ടും മുൻപോട്ട് പോകുന്നു. അതിനുശേഷം ആർക്കും എണ്ണിക്കൂടാതെ വണ്ണം ഒരു മഹാപുരുഷാരം, 144,000 ജൂബിഷ് മാത്രമല്ല, എമ്പാടുമുള്ള സകല ജാതികളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും, ഗോത്രങ്ങളിൽ നിന്നും, കുലങ്ങളിൽ നിന്നും, ഭാഷകളിൽ നിന്നും ആർക്കും എണ്ണിക്കൂടാൻ കഴിയാത്ത വണ്ണമുള്ള ഒരു മഹാപുരുഷാരം, ഒരു വലിയ പുരുഷാരം കൊല്ലപ്പെട്ട് അവര് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. അവര് മാർട്ടിയേഴ്സ് ആയിട്ട് മാറിയത് കാണുവാൻ സാധിക്കും. അങ്ങനെ 7-ാം അധ്യായം കഴിഞ്ഞു. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 7-ാമത്തെ സീല് ഓപ്പൺ ചെയ്യുകയാണ്. ആ ചുരുളിന്റെ, സ്ക്രോളിന്റെ 7-ാമത്തെ അവസാനത്തെ മുദ്ര ഓപ്പൺ ചെയ്യുന്നു. അവസാനത്തെ മുദ്ര ഓപ്പൺ ചെയ്യുമ്പോൾ സ്വർഗത്തിൽ അരമണിക്കൂർ നേരം എല്ലാവരും മുഖത്ത് കൈവച്ച് മൗനമായി, പിൻറോക്ക് സൈലൻസിൽ, സൂചി വീണാൽ കേൾക്കുന്ന ശബ്ദത്തിൽ സ്വർഗം നിശ്ചലമായി പോയി. കാരണം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ നിൽക്കുമ്പോൾ 7 ദൂതന്മാർ പൊടുന്നനവേ പ്രത്യക്ഷപ്പെട്ടു. 7 ദൂതന്മാരുടെ കയ്യിലും ഒരു വലിയ കാഹളമുണ്ട്. അവർ കാഹളമൂതുവാൻ റെഡിയായി നിൽക്കുകയാണ്. 8-ാം അധ്യായത്തിൽ 7 ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് കാഹളവുമായി കാഹളമൂതുവാൻ, 7 ട്രംപറ്റ്സ്, കാഹളമൂതുവാൻ 7 ദൂതന്മാർ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ 7-ാം മുദ്ര ഓപ്പൺ ചെയ്തപ്പോൾ അതിൽ കണക്ട് ചെയ്തിരിക്കുന്നത് അടുത്ത 6 ട്രംപറ്റ്സ് ആണ്. അടുത്ത 7 കാഹളമാണ് 7-ാം മുദ്രയ്ക്കകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഇനിയും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, 8-ാം അധ്യായത്തിൽ ആദ്യത്തെ 4 കാഹളങ്ങൾ ഊതുകയാണ്. ആദ്യത്തെ 4 കാഹളങ്ങൾ ഊതുമ്പോൾ, ഓരോ കാഹളം ഊതുമ്പോഴും മുദ്ര ഓപ്പൺ ചെയ്തപ്പോൾ സംഭവിച്ചതിനേക്കാൾ തീഷ്ണമായ, സിവിയറായിട്ടുള്ള ന്യായവിധി ഭൂമിയുടെ മേൽ വന്ന് ഭവിക്കുവാൻ, നിപതിക്കുവാൻ ഇടയായി. 1-ാം കാഹളമൂതിയപ്പോൾ ഭൂമിയുടെ ലാൻഡിന്റെ പച്ചവൃക്ഷങ്ങളുടെ മേൽ മുഴുവൻ നാശനഷ്ടങ്ങൾ വന്ന് സംഭവിച്ചു. 1/3 വൃക്ഷങ്ങൾ, പച്ചിപ്പുള്ള എല്ലാം നശിച്ചുപോയി ഭൂമിയിൽ നിന്നും. അതോടുകൂടി വീണ്ടും ഭക്ഷ്യക്ഷാമം ഭൂലോകമൊക്കെയും നേരിടുകയാണ്. നാം പലപ്പോഴും ക്ഷാമമെന്ന് കേൾക്കുമ്പോൾ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും. ഇത് ഭൂമി മൊത്തമായി, ഭൂമിയുടെ 1/3 ഭാഗവും ഭക്ഷ്യക്ഷാമം നേരിടുകയാണ്. ഭൂമിയെ മൊത്തമായി ഇത് വ്യാപിക്കുകയാണ്. 2-ാം ദൂതൻ തന്റെ കാഹളം എടുത്തൂതിയപ്പോൾ സമുദ്രത്തിന്റെ 1/3 ഭാഗത്തെയും ബാധിച്ചു. സമുദ്രത്തിലുള്ള മത്സ്യങ്ങളും മറ്റു ജലജീവജാലങ്ങളും 1/3 കെട്ടടങ്ങി, ചത്തൊടുങ്ങിയതായിട്ട് നാം വായിക്കുന്നു. സമുദ്രത്തിൽ കൂടെ യാത്ര ചെയ്യുന്ന ബോട്ടുകളും ഷിപ്പുകളും 1/3 ഛേദം വന്നു. ഒരു കണക്ക് പറയുന്നത് ഏകദേശം 60,000 ഷിപ്പുകൾ, കപ്പലുകൾ മാത്രം ഓരോ ദിവസവും എല്ലാ സമുദ്രത്തിലും ഉണ്ട് എന്നാണ്. ഇതിന്റെ 3 ബോട്ടുകളും മറ്റ് വഞ്ചികള് കൂടാതെ തന്നെ ഷിപ്പുകൾ മാത്രമായി. അപ്പോൾ ഇതിന്റെ 1/3 ഭാഗം നശിച്ചുപോയി. സമുദ്രത്തിലെ ജലത്തെ ബാധിച്ചു, ജീവജാലങ്ങളെ ബാധിച്ചു. കരയിൽ നിന്ന് ഇപ്പോൾ സമുദ്രത്തിലേക്ക് ന്യായവിധി വ്യാപിച്ചിരിക്കുകയാണ്. അത് ഭൂമി ഒട്ടാകെയാണ് ബാധിച്ചിരിക്കുന്നത്. എങ്ങും വസിക്കുന്ന ഭൂസീമാവാസികൾക്ക് രക്ഷയൊന്നുമില്ല. ഭൂമിയിലുള്ള സകല വെള്ളത്തെയും ഇത് ബാധിക്കുകയാണ്.
ഒരു രാജ്യത്തിനും ഇതിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ ഒക്കത്തില്ല. ഒരു ഗവൺമെന്റിനും ഇതിനെ തടുക്കുവാൻ സാധിക്കത്തില്ല. ഒരു മനുഷ്യനും ഇതിന്റെ ഭവിഷ്യത്തുകളിൽ നിന്ന് ഓടി ഒളിക്കുവാൻ സാധിക്കത്തില്ല. മൂന്നാം ദൂതൻ കാഹളമൂതിയപ്പോൾ, വെളിപാട് പുസ്തകം 8-ാം അധ്യായം 10-ാമത്തെ വാക്യം. മൂന്നാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്തു നിന്ന് വീണു. നദികളിൽ മൂന്നിന്മേലും നീരുറവകളിന്മേലുമായിരുന്നു വീണത്. അപ്പോൾ മൂന്നാം ദൂതൻ ഊതിയപ്പോൾ നദികളിന്മേൽ, കുടിവെള്ളത്തിന്മേൽ, നീരുറവകളിന്മേൽ എല്ലാം ഒരു വലിയ ന്യായവിധി വന്ന് ഭവിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള നദികളിന്മേൽ, യൂഫ്രട്ടീസ് നദിമേൽ, ടൈഗ്രീസ് നദിമേൽ, നൈൽ നദിമേൽ, അങ്ങനെ ലോകം എമ്പാടുമുള്ള കുടിവെള്ളം ലഭിക്കുന്ന ജലസ്രോതസ്സുകളുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി വന്ന് ഭവിക്കുകയും വെള്ളത്തിന് ക്ഷാമം കിട്ടുവാൻ ആരംഭിക്കുകയുമാണ്. ഭൂമിയിലുള്ള സകല ജനങ്ങൾക്കും വെള്ളത്തിനും ക്ഷാമമായി വെള്ളത്തിനു വേണ്ടി മനുഷ്യൻ ഓടി നടക്കുന്ന ഒരവസ്ഥ. ഭക്ഷണം കഴിക്കാതെ മുൻപോട്ട് കുറച്ചു ദിവസമൊക്കെ മനുഷ്യന് ജീവിക്കുവാൻ സാധിക്കും. എന്നാൽ വെള്ളം കിട്ടാതെ മനുഷ്യർക്ക് എത്രമാത്രം ജീവിക്കുവാൻ സാധിക്കും? നാലാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ, ട്രംപറ്റ് ഊതിയപ്പോൾ അടുത്ത ഒരു കോസ്മിക് ജഡ്ജ്മെന്റ് വീണ്ടും കടന്നു വരികയാണ്. സൂര്യന്റെ മേലും മൂണിന്റെ മേലും നക്ഷത്രങ്ങളുടെയും 1/3 ഭാഗം കാരിരുട്ടായി തീർന്നു. അന്ധകാരം ബാധിച്ചു. അതിന് കേടുപാട് സംഭവിച്ചു. സൂര്യനും മൂണിനും മറ്റ് പല നക്ഷത്രങ്ങളുടെയും 1/3 ഭാഗത്തിന് കേടുകൾ സംഭവിച്ചു. 1/3 കേടുകൾ സംഭവിച്ചപ്പോൾ ദിവസം 1/3 പകൽ സമയം 1/3 അങ്ങ് കുറഞ്ഞു. രാത്രി 1/3 കുറഞ്ഞു. രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം കുറയുവാൻ ഇടയായി. ഇത് ഒരു കോസ്മിക് ജഡ്ജ്മെന്റ് ആണ് ഭൂസീമാവാസികൾക്ക് വന്ന് സംഭവിക്കുന്നു. ഇനിയും 5ഉം 6ഉം 7ഉം കാഹളമൂതുവാൻ ഇരിക്കുമ്പതിന് മുമ്പ് സ്വർഗത്തിലായിരിക്കുന്ന നാം ഇപ്പോൾ ഭൂമിയിലേക്ക് വിശ്വാസത്തിന്റെ ചിറകുകൾ വിരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. കാരണം നമ്മുടെ പഠനത്തിന് വേണ്ടി ഉൽപ്രാപണത്തിൽ നമ്മളെല്ലാവരും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവരാണ്. ഓൺ ദ റാപ്ചർ നമ്മളെല്ലാം സ്വർഗത്തിലേക്ക് പോയവരാണ്. നാം തിരിച്ചു വന്ന് ഇതെല്ലാം വിറ്റ്നസ് ചെയ്യുകയാണ്. അപ്പോൾ 5ാമത്തെ ദൂതൻ കാഹളമൂതുന്നതിന് മുമ്പ് മറ്റൊരു ദൂതൻ ഭൂമിയിൽ കൂടി പറന്ന് നടന്നുകൊണ്ട് ഒരു വലിയ അനൗൺസ്മെന്റ് ചെയ്യുകയാണ്. അനൗൺസ്മെന്റ് ഇങ്ങനെയാണ്: ഇനിയും കാഹളം ഊതുവാനിരിക്കുന്ന 3 ദൂതന്മാരുടെ കാഹളനാദത്തിന് അനുസരിച്ച് ഭൂസീമാവാസികൾക്ക് അയ്യോ കഷ്ടം, കഷ്ടം, കഷ്ടം. Woe, woe, woe unto the inhabitants of the earth എന്ന് പറയുകയാണ്. ദൂതൻ അനൗൺസ് ചെയ്യുകയാണ്, അടുത്ത 3 ട്രംപറ്റ്സ് കാഹളം ഊതുവാൻ പോകുന്ന ആ കാഹളം ഊതുന്നതിനനുസരിച്ച് ഭൂമിയിൽ വസിക്കുന്നവർക്ക് അയ്യോ കഷ്ടം, കഷ്ടം, കഷ്ടം. അപ്പോൾ വേദപണ്ഡിതന്മാർ ഈ അവസാനത്തെ 3 കാഹളത്തെയും വിളിക്കുന്നത് 1-ാം കഷ്ടം, 2-ാം കഷ്ടം, 3-ാം കഷ്ടം. അങ്ങനെ 3 കഷ്ടങ്ങൾ ഭൂസീമാവാസികൾക്ക് വരുവാൻ പോകുകയാണ് എന്ന് വിളിച്ചു പറയും. അപ്പോൾ 5ഉം 6ഉം 7ഉം ദൂതന്മാരുടെ കാഹളം ഊതുമ്പോൾ ആ ന്യായവിധിയുടെ തീവ്രത, കഠിനത വീണ്ടും എക്സ്പോണൻഷ്യലി
അങ്ങ് ഉയരുവാൻ പോവുകയാണ്. അതിന്റെ സിവിയറിറ്റി വീണ്ടും കൂടുവാൻ പോവുകയാണ്. ആദ്യം സമാധാനം പോലെ വന്നു 4 മുദ്ര ഓപ്പൺ ചെയ്തപ്പോൾ, അടുത്ത 3 മുദ്ര ഓപ്പൺ ചെയ്തപ്പോൾ അതിന്റെ കഠിനത വീണ്ടും അങ്ങ് കൂടി. പിന്നെ ആ കഠിനതയിൽ മുകളിലോട്ട് പോവുകയാണ്. 4 ദൂതന്മാർ കാഹളമൂതിയപ്പോൾ, ഇനിയും അടുത്ത 3 ദൂതന്മാർ കാഹളമൂതുമ്പോൾ അതിന്റെ സിവിയറിറ്റി വീണ്ടും അതിശക്തമായി മുൻപോട്ട് വ്യാപരിക്കുവാൻ പോവുകയാണ്. ഇനി നമുക്ക് ഇത് എപ്പോഴാണ് സംഭവിക്കുന്നതിന്റെ ടൈമൂടെ ഏകദേശം ഒന്ന് പറയാം. പല വേദപണ്ഡിതന്മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, പല വേദപണ്ഡിതന്മാർക്കും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട് ഇത് സംഭവിക്കുന്ന എക്സാക്ട് ടൈമിനെ പറ്റിയും കാലങ്ങളെ പറ്റിയും ഒക്കെയും. എന്നാൽ ഞാൻ അതിലേക്ക് എല്ലാത്തിലേക്കും കടന്ന് ഒരു പഠനത്തിലേക്കല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്കിവിടെ ആത്മീക വർധനവനാണ് പ്രാധാന്യം. അതുകൊണ്ട് നമ്മൾ ഇതുകൊണ്ട് ആത്മീക അഭിവൃദ്ധി പ്രാപിക്കണം. എക്സ്പെക്ടേഷൻ, നമ്മുടെ പ്രത്യാശ നമുക്ക് വർദ്ധിക്കണം. അതാണ് നാം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മനസ്സിലായ കാര്യം ഞാൻ പറയുകയാണ്. 1-ാം മുദ്ര മുതല് 7 മുദ്ര വരെ ഓപ്പൺ ചെയ്യുന്നത് വെളിപാട് പുസ്തകത്തിന്റെ വെളിപാട് പുസ്തകത്തിന്റെ അല്ല, 7 ഇയർ ട്രിബുലേഷൻ പീരീഡിന്റെ ആരംഭകാലം മുതൽ ഏകദേശം പകുതി കഴിഞ്ഞ് മുൻപോട്ടും വരെ എത്തുന്ന സമയമാണ് ആദ്യത്തെ 7 മുദ്രകളും കുഞ്ഞാട് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ 7 മുദ്രകൾ, ഇത് നമ്മൾ ഓർത്തിരിക്കണം, 7 മുദ്രകൾ ഓപ്പൺ ചെയ്യുന്നത് മഹോപദ്രവകാലത്തിന്റെ ആരംഭം മുതൽ ഏകദേശം പകുതി കഴിയുന്നത് വരെയും 7 മുദ്രകൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ന്യായവിധി ഭൂമിയെ ബാധിക്കുകയാണ്. ഏകദേശം ഒരു ടൈം ഫ്രെയിം പറയുന്നത് ഓരോ മുദ്ര ഓപ്പൺ ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന ന്യായവിധികളും അനിഷ്ട സംഭവങ്ങളും 3 മുതൽ 6 വരെ മാസങ്ങൾ നീണ്ടു നിൽക്കും. എന്നാൽ എക്സാക്ട്ലി 3 മുതൽ 6 മാസം കഴിയുമ്പോൾ അത് തീർന്നു, അടുത്തത് തുടങ്ങുന്നു എന്നല്ല. ഇതെല്ലാം ഓവർലാപ്പ് ചെയ്താണ് കിടക്കുന്നത്. ഒരെണ്ണം വന്നു, അത് തീരുന്നതിന് മുമ്പ് തന്നെ അടുത്ത മുദ്ര ഓപ്പൺ ചെയ്യുമ്പോൾ അടുത്തത് ആരംഭിക്കും. അത് തീരുന്നതിന് മുമ്പ് തന്നെ 3-ാം മുദ്ര ഓപ്പൺ ചെയ്യുന്നത് മൂലമുള്ള ന്യായവിധി ആരംഭിക്കും. അതോടൊപ്പം തന്നെ 1-ാം മുദ്ര ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ന്യായവിധി മുൻപോട്ട് പോവുകയാണ്. ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് 3 മുതൽ 6 മാസം വരെയുള്ള കാലയളവുകളിലാണ് ഏകദേശം ഓരോന്നിന്റെയും ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാകുന്നതെന്ന് പറയപ്പെടുന്നു. ആ കാഹളനാദം ആരംഭിക്കുന്നത് 7 വർഷത്തെ മഹോപദ്രവ കാലത്തിന്റെ മധ്യപകുതിയിൽ നിന്നും പതുക്കെ ഓരോ കാഹളനാദവും കേൾക്കുമ്പോൾ ആ ന്യായവിധിയും അനിഷ്ട സംഭവങ്ങളും ആ കോസ്മിക് കോൺഫ്ലിക്റ്റ് ഭൂലോകത്തിൽ വസിക്കുന്നവരെ ബാധിക്കുകയാണ്. ഈ 7 വർഷത്തിന്റെ പകുതി മുതൽ 7 വർഷത്തിന്റെ അവസാനം വരെ. ഇനിയും 7 ഇടിനാദം ഉണ്ട്. ആ 7 ഇടിനാദം 7 തണ്ടേഴ്സ്, അതും ഏകദേശം പകുതിയോടുകൂടി 7 വർഷത്തിന്റെ മധ്യഭാഗത്തോടുകൂടി അതും ആരംഭിച്ച് ഏറ്റവും ഒടുവിൽ വരെ 7 വർഷത്തിന്റെ അവസാനം വരെ ചെയ്യുകയാണ്. അതിനുശേഷം 7 ക്രോധകലശം 7 ബോൾസ് ഓഫ് ജഡ്ജ്മെന്റ് ഉണ്ട്. 7 ക്രോധകലശവും ഈ മഹോപദ്രവകാലത്തിന്റെ പകുതി മുതൽ തുടങ്ങുകയാണ്, അവസാനം വരെയും തുടങ്ങുകയാണ്. പിന്നീട് നാം കണ്ട കാര്യം 144,000 ജൂബിഷ് ഇവാഞ്ചലിസ്റ്റ് മഹോപദ്രവകാലത്തിന്റെ ആരംഭകാലം മുതൽ തന്നെ അവരുടെ നെറ്റിമേൽ മുദ്രയിടപ്പെട്ട് അവര് ഭൂലോകമൊക്കെയും പ്രത്യേകിച്ച് ജെറുസലേം അല്ലെങ്കിൽ ഇസ്രയേൽ ഫോക്കസ് ചെയ്ത് സുവിശേഷം പറയുകയും യഹൂദന്മാർ അത് കേൾക്കുകയും തന്നെയുമല്ല ലോകമെമ്പാടും വസിക്കുന്ന എല്ലാവരും അത് കേൾക്കുകയും
അങ്ങനെ അവരുടെ പ്രവർത്തന ഫലമായി ആർക്കും എണ്ണിക്കൂടാതെ വണ്ണമുള്ള ഒരു വലിയ ജനാവലി യേശുവിനെ സ്വന്തം രക്ഷകനായി ഈ മഹോപദ്രവ കാലത്ത് സ്വീകരിക്കുകയും ചെയ്യും. ആ 7 പേർ ആരംഭം മുതൽ 7 വർഷത്തിന്റെ അവസാനം വരെയും ഉണ്ടായിരിക്കും. അവരെ കൊല്ലുവാൻ ആന്റി ക്രൈസ്റ്റിന് സാധിക്കത്തില്ല. 7 വർഷത്തിന്റെ ഒടുവിൽ അവർ ജീവനോടെ ഭൗതിക ശരീരത്തിൽ തന്നെ നടന്ന് മില്ലേനിയത്തിലേക്ക് 1000 ആണ്ട് വാഴ്ചയിലേക്ക് ജീവനോടെ ഭൗതിക ശരീരത്തിൽ അവർ നടന്ന് മഹോപദ്രവത്തിൽ നിന്ന് മില്ലേനിയത്തിലേക്ക് പ്രവേശിക്കും. 2 സാക്ഷികൾ മഹോപദ്രവകാലത്തിന്റെ ആരംഭത്തിൽ തന്നെ കർത്താവ് അവരെ അയക്കുകയും അവര് സുവിശേഷ പ്രഘോഷണം ശക്തമായി ഘോഷിക്കുകയും ചെയ്യും. അവർ 7 മഹോപദ്രവത്തിന്റെ പകുതിയാകുമ്പോൾ 3.5 വർഷക്കാലം കഴിയുമ്പോൾ, ഏകദേശം 3.5 വർഷത്തെ കാലത്തിന് ശേഷം അവരെ എതിർ ക്രിസ്തു കൊലപ്പെടുത്തുകയും അവരുടെ 3.5 ദിവസം അവരുടെ ജഡം യെരുശലേമിന്റെ തെരുവീതികളിൽ കിടക്കുകയും സകല ജനങ്ങളും സന്തോഷിക്കുകയും ചെയ്യും. അതിനുശേഷം അവർക്ക് സ്വർഗത്തിൽ നിന്ന് ജീവൻ പ്രാപിച്ച് അവർ എല്ലാവരും നോക്കി നിൽക്കവേ, എല്ലാവരും കാണത്തക്കവണ്ണം, സകലരുടെയും ദൃഷ്ടിപഥത്തിൽ പതിയത്തക്കവണ്ണം അവർ മുകളിലേക്ക് കയറിപ്പോകും. കഴിഞ്ഞ ദിവസം സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശത്ത് നിന്ന് കടന്നു വരുന്നത് ലോകത്തുള്ള സകല മനുഷ്യരും കണ്ടു എന്നാണ് ഞാൻ കരുതുന്നത്. കണ്ടിട്ടില്ലാത്തവരത് വീണ്ടും യൂട്യൂബിൽ കാണും. ലോകം മുഴുവൻ കണ്ണും നട്ടുകൊണ്ട് ഇരിക്കുമ്പോൾ വിൽമോർ വിളിച്ചു പറയുന്നു, ഐ നീഡ് ടു റീകൗണ്ട് അബൌട്ട് മൈ സേവിയർ ആൻഡ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ലോകമെമ്പാടും താൻ യേശുവിനെ വിളിച്ചു പറഞ്ഞു. എന്റെ രക്ഷിതാവും രക്ഷകനുമായിരിക്കുന്ന യേശുവിനെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ദൈവം അദ്ദേഹത്തെ ധാരാളമായി, ആ യാത്ര പോയ 2 പേരെയും ധാരാളമായി അനുഗ്രഹിക്കുവാൻ ഇടയാകട്ടെ. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ ദൈവത്തിന്റെ നന്മകൾ ധാരാളമായി വന്നു ഭവിക്കട്ടെ. അപ്പോൾ ലോകത്തിന്റെ ദൃഷ്ടിപഥത്തിന് മുഴുവൻ ദൃശ്യമാകത്തക്കവണ്ണം ഈ 2 സാക്ഷികൾ മഹോപദ്രവത്തിന്റെ പകുതിയോടുകൂടി സ്വർഗത്തിൽ നിന്ന് ജീവൻ അവരുടെ മേൽ വരികയും അവർ മുകളിലേക്ക് ഉയർന്ന് പൊങ്ങിപ്പോകുകയും ചെയ്യും. ഇനിയും 5-ാം കാഹളമൂതുമ്പോൾ നാം 9-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുക. 9-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 5-ാമത്തെ കാഹളവും 6-ാമത്തെ കാഹളവും ഊതുകയാണ്. അല്ലെങ്കിൽ 1-ാം കഷ്ടം അല്ലെങ്കിൽ 2-ാം കഷ്ടം, ഫസ്റ്റ് വോ ആൻഡ് സെക്കൻഡ് വോ എല്ലാ ദേശനിവാസികൾക്കും വന്ന് ഭവിക്കുവാൻ പോവുകയാണ്. ഇപ്പോൾ ടോട്ടലി അൺനാച്ചുറലി അല്ലെങ്കിൽ ക്വയറ്റ് അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് വരുവാൻ പോവുകയാണ് 5-ാമത്തെ കാഹളം ഊതുമ്പോൾ. 5-ാമത്തെ ദൂതൻ കാഹളം സ്വർഗത്തിൽ നിന്ന് ഊതുന്നത് നാം കണ്ടു. നാം പെട്ടെന്ന് ഭൂമിയിലേക്ക് വിശ്വാസത്താൽ ഇറങ്ങി വന്നു. നാം വിശ്വാസികളായ നാം എല്ലാവരും ഭൂമിയിൽ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന്റെ കയ്യിൽ ഒരു വലിയ താക്കോൽ ഇരിപ്പുണ്ട്. അവൻ ഭൂമിയിൽ എവിടെയോ ഉള്ള അഗാധ കൂപത്തിന്റെ ബോട്ടംലെസ് പിറ്റിനെ ഒന്ന് തുറന്നു. അതപ്പോൾ ഭൂമിയിൽ എവിടെയോ ഉണ്ട് ഒരു ബോട്ടംലെസ് പിറ്റ്, അഗാധ കൂപം ഭൂമിയിൽ എവിടെയോ ഉണ്ട്. അവിടെ ഒരു വലിയ കൂട്ടം പൈശാചികനെ ബന്ധിച്ചിട്ടിരിപ്പുണ്ട്. ആ ബന്ധിച്ചിട്ടിരിക്കുന്ന പൈശാചികന്റെ നേതാവിന് ഒരു പേരുണ്ട്, അബഡൻ ഓർ അപ്പോല്യോൻ. ഗ്രീക്ക് ഭാഷയിൽ അപ്പോല്യോൻ എന്നും ഹീബ്രു ലാംഗ്വേജിൽ അബഡോൻ എന്നും വിളിക്കുന്ന ഒരു നേതാവ്, ഒരു പിശാച് അവർക്കുണ്ട്. അപ്പോൾ ആ പൈശാചികനെയും അവനോട് കൂടെ ഉള്ള സംഘത്തെയും അഗാധ കൂപത്തിൽ ഭൂമിയുടെ ഉള്ളിൽ എവിടെയോ ഇന്ന് തളച്ചിട്ടിരിക്കുകയാണ്. ഇന്ന് അവരെ ചങ്ങലക്കിട്ടിരിക്കുകയാണ്. ഇന്ന് അവർക്ക് ഭൂമിയിലേക്ക് കടന്നു വന്ന് മനുഷ്യനെ ഉപദ്രവിക്കുവാൻ സാധിക്കത്തില്ല. കാരണം കർത്താവായ യേശു അവന്റെ പൈശാചികന്റെ തല തകർത്ത് അധികാരം അവനിൽ നിന്ന് പിടിച്ചു വാങ്ങി.
പവർ അവനിൽ നിന്ന് പിടിച്ചു വാങ്ങി. ആ അധികാരവും പവറും നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചു. അതുകൊണ്ട് ഇന്ന് അവനെ ചങ്ങലയ്ക്ക് അഗാധ കൂപത്തിൽ ഇട്ടിരിക്കുകയാണ്. അഗാധ കൂപത്തിന്റെ നേതാവാണ് അബഡോൻ ഓർ അപ്പോല്യോൻ. പൈശാചികൻ സാത്താൻ എന്ന പഴയ പാമ്പായിരിക്കുന്ന ഡ്രാഗണെയും പിന്നീട് 1000 ആണ്ട് വാഴ്ചയുടെ സമയത്ത് ഈ അഗാധ കൂപത്തിലേക്കാണ് ഈ പൈശാചികനെ, ഓൾഡ് സർപ്പൻ, ആ പഴയ പാമ്പിനെ, ഡ്രാഗനെ പിടിച്ചിടുവാൻ പോകുന്നത്, 1000 ആണ്ട് ബന്ധിക്കുന്നത്. കീ ആരുടെ കയ്യിലാ? കീ ദൂതന്റെ കയ്യിൽ. ദൂതൻ ഇറങ്ങി വന്ന് ഇപ്പോൾ അഗാധകൂപം തുറന്നപ്പോൾ അബഡോനല്ലോ അപ്പോല്യോന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സൈന്യം, പൈശാചിക സൈന്യം, ദൈവത്തിന്റെ ന്യായവിധി നടക്കുന്ന 7 വർഷത്തെ മഹോപദ്രവകാലത്തിന്റെ 2ാം പകുതിയിലേക്ക് കടന്നു വരികയാണ്, ഉയർന്നു പൊങ്ങുകയാണ് ഭൂമിയുടെ പരപ്പിലേക്ക്. ഭൂമിയിലുള്ള മനുഷ്യനെ കുത്തത്തക്കവണ്ണം അതിനെ തേളിന്റെ ശക്തി അതിന്റെ വാലിന്മേലുണ്ട്. ഡീറ്റെയിൽ നിങ്ങൾ വായിച്ചോണം. തേളിന്റെ ശക്തി ഉണ്ട്, എന്നാൽ അത് മനുഷ്യനെ കൊല്ലാൻ അതിന് സാധിക്കത്തില്ല. മനുഷ്യനെ കുത്തുവാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. മനുഷ്യന് വേദന കൊണ്ട് നിലവിളിക്കുവാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. മരണം അന്വേഷിച്ച് അവർ നടക്കും. ഒന്ന് മരിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു. ഈ വേദന അനുഭവിക്കുന്നതിനും പകരം ഒന്ന് മരിച്ചിരുന്നുവെങ്കിൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന സമയത്ത് മരണം അവരെ വിട്ടോടിപ്പോകും. 7 വർഷത്തെ മഹോപദ്രവം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ന്യായവിധിയുടെ സമയം. എന്നാൽ ഈ ന്യായവിധി നടക്കുമ്പോൾ പോലും ദൈവത്തിങ്കലേക്ക് അനേക ആയിരങ്ങൾ, കോടാനുകോടികള് സുവിശേഷം കേട്ട് കർത്താവിങ്കിലേക്ക് വരും. 144,000 ജൂബിഷ് ഇവാഞ്ചലിസ്റ്റ് ആക്റ്റീവാണ്. പിന്നീട് 2ാം പകുതിയിലെ 3 ദൂതന്മാരെ വിടുന്നുണ്ട്. 3 ദൂതന്മാര് ഭൂമിയുടെ മുഴുവൻ കോസ്മിക് ആയിട്ട് അവർ ഈ കോസ്മോസ് മുഴുവൻ പറന്നു നടന്ന് സുവിശേഷം പറയുന്ന ഒരവസ്ഥയുമുണ്ട്. ദൈവം ന്യായവിധിയുടെ സമയത്തും മനുഷ്യനെ കൈവിടുന്നു. എങ്ങനെയെങ്കിലും ആരെങ്കിലും വരുമോന്നറിയാൻ മനുഷ്യന്റെ പ്രവർത്തനത്തോടൊപ്പം വചനപ്രഘോഷണത്തോടൊപ്പം ദൂതന്മാരെയും വിടുകയാണ് സുവിശേഷവുമായി. 2ാം പകുതിയോടുകൂടി ഏകദേശം അവസാനമാകുമ്പോഴത്തേക്ക് ഇനിയും അങ്ങനെ 5 മാസക്കാലത്തേക്ക് മരണം മനുഷ്യനെ വിട്ടോടിപ്പോകും. എന്നാൽ മനുഷ്യന് വേദന സഹിക്കാൻ വയ്യാത്ത നിലയിൽ അപ്പോല്യോന്റെ നേതൃത്വത്തിലുള്ള പൈശാചിക സംഘം മനുഷ്യനെ ഉപദ്രവിക്കും. അത് പൈശാചിക സംഘമാകാം, പൈശാചികൻ മറ്റു മനുഷ്യരിൽ കൂടി പ്രവർത്തിക്കുന്നതാകാം. 1ാം കഷ്ടം കഴിഞ്ഞു, അല്ലെങ്കിൽ 5ാമത്തെ കാഹളമൂതി കഴിഞ്ഞു. 6ാമത്തെ കാഹളമൂതുന്നു, അല്ലെങ്കിൽ 6ാമത്തെ കാഹളത്തിന് 2ാം കഷ്ടം, സെക്കൻഡ് വോ എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് നമ്മളൊരു ശബ്ദം കേൾക്കുകയാണ്. അങ്ങ് യൂഫ്രട്ടീസ് നദീ തീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെ അഴിച്ചുവിടുക. അപ്പോൾ ഭൂമിയുടെ അടിത്തട്ടിൽ എവിടെയോ അഗാധകൂപമുണ്ട്. അവിടെ ഒരു വലിയ കൂട്ടം പൈശാചിക ശക്തികള്, മേ ബി മില്യൺസ് ഓഫ് ഡെവിൾ, അവിടെ ചങ്ങലയ്ക്ക് ദൈവം ചങ്ങലയിട്ട് അവരെ അവിടെ ആക്കിയിട്ടുണ്ട്. യൂഫ്രട്ടീസ് നദിയുടെ അടിയിൽ 4 ദൂതന്മാരെയും അവരോടൊപ്പം ഒരു വലിയ സൈന്യത്തെയും ചങ്ങലയിട്ട് ബന്ധിച്ച് ദൈവം ആക്കിയിട്ടുണ്ട്. എന്തോ പാപം ചെയ്തതിന്റെ അനന്തരഫലമായി. അപ്പോൾ നാം യൂഫ്രട്ടീസ് നദിയുടെ അടിയിലേക്ക് നാം കടന്നു എന്നാൽ ഇത് കാണാൻ ഒക്കത്തില്ല, കാരണം ഇവര് സ്പിരിറ്റ് ആണ്. അപ്പോൾ യൂഫ്രട്ടീസ് നദിയുടെ അടി 4 ദൂതന്മാരെ ഇട്ടിട്ടുണ്ട്, അവരെ തുറന്നു വിടുക. മറ്റൊരു ദൂതൻ ഇറങ്ങി യൂഫ്രട്ടീസ് നദിയിലേക്ക് ഇറങ്ങി യൂഫ്രട്ടീസ് നദിയുടെ അടിയിൽ ഒളിപ്പിച്ച ചങ്ങലക്കിട്ട് വെച്ച് ബന്ധിച്ചിരുന്ന 4 ദൂതന്മാരെ തുറന്നു വിട്ടപ്പോൾ ഏകദേശം 200 മില്യൺ മനുഷ്യരെ, സോൾജിയേഴ്സിനെ
അവൻ എംപവർ ചെയ്തു, ആ ദൂതന്മാർ എംപവർ ചെയ്തു. അല്ലെങ്കിൽ ആ 200 മില്യൺ ഡെവിൾസ് മറ്റു മനുഷ്യരുടെ മേൽ കയറി ഭൂമിയിലുള്ളവരെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. പ്രത്യേകിച്ച് യഹൂദനെ, വിശേഷാൽ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെ ഉപദ്രവിക്കുവാനായിട്ട് തുടങ്ങി. 1 വർഷം, 1 മാസം, 1 ദിവസം, 1 മണിക്കൂർ സമയത്തേക്ക് ഇവരെ ഉപദ്രവിക്കുവാൻ ദൈവം 6ാം കാഹളമൂതിയപ്പോൾ, അല്ലെങ്കിൽ 2ാം കഷ്ടത്തോടുകൂടി ഇവർക്ക് അനുവാദം കൊടുത്തു. 200 മില്യൺ. അത് ഒരു കൂട്ടര് പറയുന്നു ചൈനീസ് ആർമിയാണ് എന്ന്. എനിക്കറിയത്തില്ല. കാരണം മറ്റ് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം അത്രയും വലിയ ഒരു ആർമിയെ പോറ്റി പുലർത്തുവാൻ, അവർക്ക് വേണ്ട സാലറി, അവരുടെ യൂണിഫോം, ഫുഡ്, വെപ്പൺസ് ഇതെല്ലാം കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്യുവാൻ അമേരിക്കയ്ക്ക് പോലും സാധിക്കത്തില്ല, ലോകത്തിൽ ഒരു രാജ്യത്തിനും സാധിക്കത്തില്ല എന്ന് പറയപ്പെടുന്നു. അത് ടെററിസമാണ് എന്ന് മറ്റൊരു കൂട്ടർ പറയുന്നു. എനിവേ, അത് ഏതാണ് എങ്കിലും യൂഫ്രട്ടീസ് നദിയുടെ അടിയിൽ ബന്ധിച്ചിട്ടിരിക്കുന്ന 4 ദൂതന്മാരുടെ, 4 പൈശാചിക ദൂതന്മാരുടെ നേതൃത്വത്തിലുള്ള 200 മില്യൺ 200 മില്യൺ പൈശാചിക ശക്തികളുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കും. അത് മനുഷ്യരിൽ കൂടെ ആണെങ്കിലും മനുഷ്യരിൽ കൂടെ ആണെങ്കിലും ഈ പൈശാചിക ദൂതന്മാരുടെ കൂടിയാണെങ്കിലും, അങ്ങനെ ഭൂലോകം മുഴുവൻ അവര് 2ാം കഷ്ടം അല്ലെങ്കിൽ 6ാം കാഹളത്തോടുകൂടി ഭൂമിയെ ബാധിക്കുവാൻ പോവുകയാണ്. ഭൂമിയിലുള്ള ജനതതികളെ ബാധിക്കുവാൻ പോവുകയാണ്. അതോടുകൂടി 9ാം അധ്യായം കഴിയുകയാണ്. ഇനിയും 7ാം കാഹളം ഊതുവാനുണ്ട്, അല്ലെങ്കിൽ 3ാമത്തെ കഷ്ടം, 3rd വോ വരുവാനുണ്ട്. ഇതിനിടയിൽ 10ാം അധ്യായം കടന്നു വരികയാണ്. ഞാൻ പറഞ്ഞു 7 കാഹളങ്ങൾ ഊതുന്നത് 2ാം പകുതിയാണ്. മഹോപദ്രവകാലത്തിന്റെ 2ാം പകുതി മുതൽ അവസാനം വരെയുമാണ് ഈ 7 കാഹളങ്ങൾ ഊതുന്നത്. 10ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വലിയ ദൂതൻ തന്റെ ഒരു കാൽ സമുദ്രത്തിന്മേൽ വെച്ച് ഒരു കാൽ കരയ്ക്കും വെച്ചുകൊണ്ട്, വളരെ ഉയരമുള്ള ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഭൂമിമേൽ നിൽക്കുകയാണ്. തന്റെ ഒരു കാൽ സമുദ്രത്തിന്മേൽ ഇരിക്കുന്നു, മറ്റൊരു കാൽ അവൻ കരയ്ക്ക് വെച്ചിരിക്കുന്നു, ലാൻഡിന്റെ മേൽ വെച്ചിരിക്കുന്നു. അവൻ നെഞ്ചു പിരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അവന്റെ കയ്യിൽ ഒരു പുസ്തകം ഇരിപ്പുണ്ട്. അപ്പസ്തോലനായ യോഹന്നാനോടൊപ്പം നമ്മൾ ഓരോരുത്തരും ഇപ്പം ഭൂമിയിൽ ഇത് വിറ്റ്നസ് ചെയ്യുവാൻ വിശ്വാസത്താൽ കടന്നു വന്നിരിക്കുകയാണ്. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ദൂതൻ പറഞ്ഞു, എന്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം, മറ്റൊരു ദൂതൻ പറഞ്ഞു, അവന്റെ കയ്യിലിരിക്കുന്ന ആ പുസ്തകം പോയി വാങ്ങിച്ച് അത് നീ കഴിക്കുക, അത് നീ ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. യോഹന്നാൻ നമ്മൾ ഓടിച്ചെന്നു. ആ ദൂതന്റെ കയ്യിൽ നിന്ന്, ആ ദൂതൻ മറ്റാരുമല്ല, അത് യേശുക്രിസ്തുവാണ്. ഞാൻ വായിച്ചിട്ട് എനിക്ക് അങ്ങനെ മനസ്സിലാകുന്നു, അത് യേശുക്രിസ്തുവാണ്. അവന്റെ കയ്യിൽ നിന്ന് ആ പുസ്തക ചുരുള് വാങ്ങിച്ച് നാം അത് ഭക്ഷിച്ചു. അത് കഴിച്ചപ്പോൾ അത് മധുരമുള്ളതും ഉള്ളിൽ ചെന്നപ്പോൾ അത് കയ്പായും തീർന്നു. അത് ന്യായവിധിയാണ്. ഇത് കഴിഞ്ഞപ്പോൾ നല്ല മധുരം, അധരങ്ങൾക്ക് വായ്ക്ക് നല്ല മധുരം, എന്നാൽ ഉള്ളിൽ ചെന്നപ്പോൾ കയ്ക്കുന്നു. ന്യായവിധിയാണിത്. എഴുതിയിരിക്കുന്നത് ന്യായവിധിയാണ്. കാരണം യോഹന്നാനോട് പറയുകയാണ്, നമ്മളോട് പറയുകയാണ്, ഇന്ന് നമ്മളോട് പറയുകയാണ്, അന്ന് യോഹന്നാനോട് പറയുകയാണ്, ഇത് കഴിക്കുക, ഇത് നിന്റെ ഭാഗമാക്കി മാറ്റുക. ഇത് നിന്റെ ഭാഗമാക്കി മാറ്റിയെങ്കിൽ മാത്രമേ നീ പറയുന്ന സുവിശേഷം മറ്റുള്ളവരുടെ ഹൃദയത്തിൽ പതിയെത്തും. വേറൊരാൾ പറയുന്നത് കേട്ടിട്ട് ബില്ലി ഗ്രഹാം എഴുതിയിരിക്കുന്നതും ബില്ലി ഗ്രഹാന്റെ അനുഭവത്തിൽ നിന്നും അനുഭവവും നമ്മൾ വിളിച്ചു പറഞ്ഞാൽ അത് വേറൊരാളുടെ ഹൃദയത്തിൽ പതിയെത്തില്ല.
അതുകൊണ്ട് അവരുടെ വലിയ നല്ല മഹാന്മാരായ ദൈവദാസന്മാരായ അവരുടെയൊക്കെ പുസ്തകങ്ങൾ വായിക്കുക, വേദപുസ്തകം വായിക്കുക. എന്നാൽ ഇത് വായിക്കുമ്പോൾ ഇത് നമ്മുടേതായി തീരണം. ഇത് നാം കഴിക്കണം. ഇത് ഭക്ഷിക്കുമ്പോൾ ഇത് നമ്മുടെ ഉള്ളിലായി തീരണം. നമ്മുടെ ശരീരത്തോട് യോജിക്കണം. നാം തിരുവത്താഴം എടുക്കുമ്പോൾ സംഭവിക്കുന്നത് യേശുവിന്റെ ശരീരവും യേശുവിന്റെ രക്തവുമാണ് പാനം ചെയ്യുന്നതും ഭക്ഷിക്കുന്നതും. അത് പാനം ചെയ്യുകയും ഭക്ഷിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇത് നമ്മുടെ ഉള്ളില് ആയിത്തീരുകയാണ്, നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി തീരുകയാണ്. നാമും യേശുവിന്റെ ശരീരവും യേശുവിന്റെ രക്തവും കൂടെ ഒന്നായിട്ട് അങ്ങ് മാറുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വചനം എന്ത് ചെയ്യണം? നമ്മളുമായിട്ട് ഇതങ്ങ് ഒന്നാകണം. ഒന്നായി കഴിഞ്ഞപ്പോൾ ഇനിയും അത് നമ്മുടെ അധരങ്ങളിൽ കൂടി നാം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ അത് അവരുടെ ഹൃദയത്തിന്റെ താളുകളിലേക്ക് ചെന്ന് അടിച്ചു മാറ്റലുകൊള്ളും. അവരുടെ ഹൃദയത്തിന്റെ താളുകളിൽ അത് പതിക്കും. അവരെ അത് ചേഞ്ച് ചെയ്യും. അപ്പോൾ യോഹന്നാൻ ഇത് ഭക്ഷിച്ചു, ഇത് കഴിച്ചു, അകത്തി എന്നപ്പോ ഇത് കഴിച്ചു. അതിന്റെ അർത്ഥം ഇനിയും പറയുവാൻ ഇരിക്കുന്നത് കൈപ്പേറിയ അനുഭവങ്ങളാണ്. അപ്പോൾ ഇത് ഭക്ഷിച്ച് കഴിഞ്ഞപ്പോൾ 7 ഇടിമുഴക്കം കേട്ടു. 7 തണ്ടേഴ്സ്. യോഹന്നാൻ പെട്ടെന്ന് പുസ്തകം എഴുതി കഴിക്കുന്ന ഈ സംഭവങ്ങൾ എഴുതുവാൻ ആരംഭിച്ചു. തണ്ടർ നമ്പർ 1, തണ്ടർ 2, 3rd തണ്ടർ, 4th തണ്ടർ എഴുതുവാൻ ആരംഭിച്ചപ്പോൾ അവിടെ നിന്ന് യേശുക്രിസ്തു, കരയിലും വെള്ളത്തിലുമായി നിൽക്കുന്ന യേശുക്രിസ്തു വിളിച്ചു പറഞ്ഞു, എഴുതണ്ട, അതിന് മുദ്രയിട്ട് വെച്ചേക്കുക. സീൽ ഇറ്റ് അപ്പ്, സീൽ ഇറ്റ് അപ്പ്, സിപ്പ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞു. ഫോർ ദ ടൈം ബീയിങ് ഡോണ്ട് ഓപ്പൺ ഇറ്റ്. അതിലെ ന്യായവിധി, അതിലെ കഴിക്കുന്ന അനുഭവം അന്ത്യകാലത്ത് അറിഞ്ഞാൽ മതി. 10ാം അധ്യായം കഴിഞ്ഞു. ഇതിനിടയ്ക്ക് ഞാൻ പുറകോട്ട് പോകട്ടെ. യൂഫ്രട്ടീസ് നദി ആരംഭിക്കുന്നത് ടർക്കിയിൽ നിന്നാണ്. യൂഫ്രട്ടീസ് നദി ആരംഭിക്കുന്നത് ടർക്കിയിൽ നിന്നാണ്. പിന്നീട് അത് യൂഫ്രട്ടീസ് ആയിട്ടും ടൈഗ്രീസ് നദിയായിട്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് സിറിയയിൽ കൂടി കടന്ന് ഇറാഖിൽ കൂടെ കടന്നു വന്ന് വീണ്ടും ഇത് ഒന്നായിത്തീരും. ടർക്കിയിൽ നിന്ന് ആരംഭിക്കുന്ന നദി യൂഫ്രട്ടീസ് നദി 2ആയിട്ട് തിരിഞ്ഞിട്ട് സൗത്ത് സൈഡിലെ യൂഫ്രട്ടീസും നോർത്ത് സൈഡിലെ ടൈഗ്രീസുമായിട്ട് സിറിയയിൽ കൂടെ കടന്നുപോയി ആ നദികൾ ഇറാഖിൽ കൂടി പ്രവേശിച്ച് ഇറാഖിൽ വെച്ച് ടൈഗ്രീസ് നദി മുകളിലും നോർത്തിലും യൂഫ്രട്ടീസ് നദി താഴെയിലും സൗത്തിലും കൂടെ വന്ന് അത് ഇറാഖിൽ വെച്ച് ഒന്നായി തീർന്ന് അത് ചെന്ന് പേർഷ്യൻ ഗൾഫിലേക്ക് ചെന്ന് പതിക്കുന്നതാണ് യൂഫ്രട്ടീസ് നദി. ഇതിനിടയ്ക്കുള്ള ടൈഗ്രീസിനും യൂഫ്രട്ടീസിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് മെസപ്പൊട്ടേമിയ. ബാബിലോൺ യൂഫ്രട്ടീസ് നദിയുടെ തീരത്താണ് കിടക്കുന്നത്. ബാഗ്ദാദ് ടൈഗ്രീസ് നദിയോട് ചേർന്നാണ് കിടക്കുന്നത്. സുമേറിയ എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഗാർഡൻ ഓഫ് ഈഡൻ എവിടെയാണെന്ന് വായിക്കുമ്പോൾ അവിടെ യൂഫ്രട്ടീസ് നദിയെ പറ്റിയും ടൈഗ്രീസ് നദിയെ പറ്റിയും നാം വായിക്കുന്നു. അതുകൊണ്ട് ഈ ഭാഗത്താണ് ഗാർഡൻ ഓഫ് ഈഡൻ, ഏദൻ തോട്ടം എന്ന് പൊതുവെ കണക്കാക്കുന്നു. അബ്രഹാം പുറപ്പെട്ടു വന്ന ഊര് എന്ന പട്ടണം ഇന്നും ഇറാഖിലുണ്ട്. കൽദേരുടെ ദേശമായ ഊര്, കൽദേർ എന്നാണ് വേദപുസ്തകം ഈ പ്രദേശ നിവാസികളെ വിളിക്കുന്നത്. കൽദയ ഭാഷ സംസാരിക്കുന്ന കൽദേരുടെ പട്ടണം. 10ാം അധ്യായത്തിൽ നാം വന്നപ്പോൾ 7 ഇടിനാദം മുദ്ര ഇടുവാനായിട്ട് പറഞ്ഞു. 11ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ 11ാം അധ്യായത്തിന്റെ 15ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 7ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകം രാജ്യത്ത് നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിലൊരു മഹാഘോഷം ഉണ്ടായി. മതി. 7ാമത്തെ ദൂതന്റെ കാഹളം, 3ാം കഷ്ടം, തേർഡ് വോ. 7ാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ ഏകദേശം മഹോപദ്രവ കാലത്തിന്റെ അവസാന ഭാഗത്തേക്ക് നാം എത്തുകയാണ്. 7ാമത്തെ ദൂതൻ കാഹളം ഊതിയപ്പോൾ പറയുകയാണ്,
സമയം തീർന്നു, കാലമിതാ എൻഡ് ചെയ്യാൻ പോകുകയാണ്. ഭൂമി എന്ന ഈ ഗോളം, ഈ ഭൂഗോളം നമ്മുടെ കർത്താവിനും നമ്മുടെ ദൈവത്തിനുമായി തീരുവാനുള്ള സമയം വന്നിരിക്കുകയാണ്. നാം എല്ലാം ഇന്ന് മില്ലേനിയത്തിലേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണ്. ഞാൻ അല്പസമയം കൂടെ എടുത്ത് നിർത്തുകയാണ്. മില്ലേനിയത്തിലേക്ക് നാം എല്ലാം പ്രവേശിക്കുവാൻ പോവുകയാണ്. 7ാമത്തെ ദൂതൻ കാഹളമൂതിയപ്പോൾ ഇതാ സംഭവിച്ചത്. 11ാം അധ്യായത്തിൽ. ഇനി നമുക്ക് 8ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അവിടെ ഒരു ഭാഗം സംസാരിക്കുവാൻ. അവൻ 7ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം മണിക്കൂറോളം മൗനത ഉണ്ടായി. അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളം ലഭിച്ചു. മറ്റൊരു ദൂതൻ ഒരു സ്വർണവും ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിൽ മുമ്പിലുള്ള സ്വർണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോടെ ചേർക്കേണ്ടതിന് വളരെ ധൂപവർക്കം അവന് കൊടുത്തു. ധൂപവർക്കത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് കയറി. ദൂതൻ ധൂപകലശം എടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി. 7 കാഹളം ഊതുന്നത് ഒരു പ്രാർത്ഥനയുടെ മറുപടിയായിട്ട്. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് കേട്ടോ. 7 കാഹളം ദൂതന്മാർ ഊതുവാൻ ആരംഭിച്ചത് ഒരു പ്രാർത്ഥനയുടെ മറുപടിയായിട്ട്. 7ാമത്തെ സീല് ഓപ്പൺ ചെയ്തപ്പോൾ 7 ദൂതന്മാര് കാഹളവുമായി മുൻപോട്ട് കടന്നു വന്നു. മറ്റൊരു ദൂതൻ ഒരു ധൂപക്കുറ്റിയൊക്കെ ആയിട്ട് വരികയാണ്. അവിടെ സ്വർഗത്തിലുള്ള ദൈവത്തിന്റെ ദേവാലയത്തിൽ നിന്റെ പൂമുഖത്ത് കോർട്ട്യാർഡിൽ ഇരിക്കുന്ന ആ ബ്രൈസൺ ഓൾട്ടറിൽ നിന്ന്, യാഗപീഠത്തിൽ നിന്ന് കനലുവാരി ഈ കലശത്തിലേക്ക് ഇട്ടു. കുന്തിരിക്കവും ഇട്ടു, കനലും അത് ഇട്ടു. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ആ പ്രാർത്ഥനയും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഈ ദൂതന് ഈ ധൂപകലശം അങ്ങനെ വീശുക. നാം പള്ളിയിലൊക്കെ കണ്ടിട്ടുണ്ട് ധൂപകലശം വീശുന്നത്. പ്രാർത്ഥനയോടുകൂടി ഈ ധൂപകലശം ഇങ്ങനെ വീശുകയാണ്. ഈ ധൂപകലശം ഇങ്ങനെ വീശിയപ്പോൾ ഇതിന്റെ പുക മുകളിലേക്ക് ഉയർന്നു. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഈ ധൂപത്തിന്റെ പുകയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയും കൂടെ അങ്ങ് ഉയർന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്നു. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുന്ന് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു. പ്രാർത്ഥനയുടെ ഫലമായി 7 ദൂതന്മാർ കാഹളവുമായി അവരൂതുവാൻ റെഡിയായി നിന്നു. വലിയ ശബ്ദവും ഇടിമുഴക്കവും നാദവും എല്ലാം കേട്ടു, ഭയങ്കരമായി കേട്ടു. ഈ പ്രാർത്ഥനയും ധൂപവും കൂടെ മുകളിലേക്ക് ഉയർന്ന് ദൈവസന്നിധിയിൽ എത്തിയപ്പോൾ വലിയ ശബ്ദങ്ങളും നാദങ്ങളും ഇടിമുഴക്കവും കേട്ടു. അപ്പോൾ 7 ദൂതന്മാർ ആ പ്രാർത്ഥനയുടെ മറുപടിയായി അവിടെ കാഹളം ഊതുവാൻ അവരിങ്ങനെ വരിയായി നിൽക്കുകയാണ്. അത് കഴിഞ്ഞാണ് നാം ഇവിടെ ചിന്തിച്ചത്. 1ാം ദൂതൻ ഊതിയപ്പോൾ, 2ാം ദൂതൻ ഊതിയപ്പോൾ, 3ാം ദൂതൻ ഊതിയപ്പോൾ എന്ത് സംഭവിച്ചു? വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ധൂപവർഗത്തോടൊപ്പം ചേർന്ന് മുകളിലേക്ക് ഉയർന്നു പൊങ്ങിയത് കൊണ്ടാണ്. അപ്പോൾ വേദപുസ്തകത്തിൽ ഈ ധൂപവർഗം കാണിക്കുന്നത് പ്രാർത്ഥനയാണ്. ഞാനിവിടെ പറയുന്നത് അതുകൊണ്ട് നാം ഇന്ന് ധൂപവർഗം ഊതിക്കൊണ്ട് നിൽക്കണമെന്നല്ല പറഞ്ഞത്. അത് അതിന്റെ സിമ്പല് മാത്രം. നമ്പേഴ്സ് 16 സംഖ്യാപുസ്തകം 16ാം അധ്യായത്തിന്റെ 46 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിലൊരു സംഭവം അവിടെ എഴുതിയിട്ടുണ്ട്. അതായത് കോര, ഡേദാൻ, അബൈറാം ഈ 3 പേര് മോശയുടെ നേതൃത്വത്തെയും അഹരോന്റെ നേതൃത്വത്തെയും ചോദ്യം ചെയ്തു. താങ്കൾ മാത്രം ഒരു വിശുദ്ധൻ, ദൈവം നിങ്ങളിൽ കൂടെ മാത്രമേ സംസാരിക്കത്തുള്ളൂ, ഞങ്ങളിൽ കൂടെയും സംസാരിക്കത്തില്ലേ എന്ന് പറഞ്ഞ് മോശയുടെയും അഹരോന്റെയും നേതൃത്വത്തെ ചോദ്യം ചെയ്തപ്പോൾ ഇവര്
അവരോടൊപ്പം കോര, ഡെയ്ഡൻ ആൻഡ് അബൈറാം, ഇവരോട് മൂന്ന് പേരോടും ചേർന്ന് 250 പേര് ധൂപം വീശുവാനായിട്ട് ദേവാലയത്തിന്റെ മുൻപിൽ വന്ന് ദൈവം ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു ന്യായവിധി അയച്ച് ഇവരെ 3 പേരെയും കൊന്നുകളഞ്ഞു. ഇവരോട് കൂടെ ഉണ്ടായിരുന്ന 250 പേരെയും സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി കൊന്നുകളഞ്ഞു. ഇവരെ 3 പേരെയും ഭൂമി അങ്ങ് പിളർന്ന ശേഷം ഇവര് 3 പേരും ഭൂമിയുടെ ഉള്ളിലേക്ക് അങ്ങ് ഇറങ്ങി ആ ഭൂമി ഇവരെ അങ്ങ് മൂടി. അങ്ങനെ ഇവര് നശിപ്പിക്കപ്പെട്ടു. ദൈവത്തിന്റെ ന്യായവിധി നേതൃത്വത്തെ ചോദ്യം ചെയ്ത ഇവരുടെ മേൽ കോരഹിന്റെയും കോര, ഡെയ്ഡൻ ആൻഡ് അബൈറാം ഇവരുടെ മേൽ വന്നു. ഇനിയും അടുത്ത ദിവസം ഇത്രയും പേര് മരിച്ചു എന്നറിഞ്ഞ് ജനമെല്ലാം അങ്ങ് ഇളകി. ജനമെല്ലാം ഇളകിയപ്പോൾ ദൈവം കോപിഷ്ഠനായി. ദൈവത്തിന്റെ കോപം ജ്വലിച്ച് ദൈവം ഒരു ബാധ ഈ പാളയത്തിലേക്ക് അങ്ങ് അയക്കുക. അങ്ങനെ ഒരു ബാധ ഈ പാളയത്തിലേക്ക് അയച്ചു. ബാധ ബാധിച്ചു, പ്ലേഗ് ബാധിച്ചു. ഓരോരുത്തർ മരിച്ചു വീഴാൻ തുടങ്ങി. അവിടെയും ഇവിടെയും എല്ലാമായി ജനം മരിക്കുകയാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 14,000 ശിഷ്ടം ആളുകൾ മരിച്ചു വീണു. മോശ ഇത് കണ്ടു. മോശ അഹരോനോട് പറഞ്ഞു, പെട്ടെന്ന് ധൂപവർഗം എടുത്ത് ആ ധൂപകലശം എടുത്ത് ആ യാഗപീഠത്തിന്റെ അടുത്ത് ചെന്ന് അവിടെ നിന്ന് കനലെടുത്ത് ഇതിനകത്തിട്ട് കുന്തിരിക്കവും ഇട്ട് ഓടി ജനത്തിന്റെ അടുക്കളയിട്ട് ചെന്ന് ഈ കുന്തിരിക്കം ആ പുക അവരുടെ മേൽ വീശാൻ പറഞ്ഞു. അങ്ങനെ അഹരോൻ ഓടിച്ചെന്ന് അവരുടെ മേൽ വീശിയപ്പോൾ ദൈവത്തിന്റെ കോപം അസ്തമിച്ചു, ബാധ നിന്നു. എന്നാൽ അതിനു മുമ്പ് തന്നെ ഏകദേശം 14,000+ ആളുകള് ബാധയാൽ മരിച്ചു. അപ്പോൾ ഈ ധൂപവർഗം എന്തിനെയാ കാണിക്കുന്നത്? പുക എന്തിനെയാ, ഈ ധൂപകലശത്തിലിട്ടിരിക്കുന്ന പുക എന്തിനെയാ കാണിക്കുന്നത്? ഒന്ന്, വെളിപ്പാടിൽ നിന്ന് മനസ്സിലാകുന്നു അത് പ്രാർത്ഥനയെ റെപ്രസെന്റ് ചെയ്യുന്നു. പഴയ നിയമത്തിന്റെ ഈ നമ്പേഴ്സിൽ നിന്ന് മനസ്സിലാകുന്നു അത് ദൈവത്തിന്റെ അറ്റോൺമെന്റിനെയാ, ദൈവം നമുക്ക് തരുന്ന പ്രൊട്ടക്ഷനെയാ അത് കാണിക്കുന്നത്. പുക കൊണ്ട് അങ്ങ് മറയ്ക്കുക, പ്രൊട്ടക്ഷനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നാം ഇന്ന് ഇത് പഴയ നിയമത്തിലെ കാര്യമാണ്, അല്ലെങ്കിൽ ഇതൊരു സിമ്പലാണ്. അതുകൊണ്ട് നാം ഇന്ന് ധൂപം കാട്ടണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. നാം മനസ്സിലാക്കുക, ധൂപവർഗം എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയെ കാണിക്കുന്നു. അതുപോലെ അത് ദൈവത്തിന്റെ പാപപരിഹാര പ്രായശ്ചിത്തത്തെയും തൽഫലമായി നമുക്ക് ദൈവം നൽകി തന്നിരിക്കുന്ന നമ്മുടെ പ്രൊട്ടക്ഷനെയും നമ്മളെ പുകമറ കൊണ്ട് മറയ്ക്കുന്ന ആ ഒരു പ്രൊട്ടക്ഷനെയുമാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് മറുപടിയുണ്ട്. നാം പ്രാർത്ഥിച്ചാല് അത് മറുപടിയുണ്ട്. ധൂപവർഗം മുകളിലേക്ക് ഉയരുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥിക്കുമ്പോൾ അത് മുകളിലേക്ക് ഉയർന്നു പോകും. ഈ ന്യായവിധി ദിവസം കടന്നു വരുവാൻ അടുത്തിരിക്കുക. എന്നാൽ വിശ്വാസികളായ നാം കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച നാം ഇതിന്റെ ഒന്നും നടുവില് നാം പതറിപ്പോകേണ്ട കാര്യമില്ല. വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ബുക്ക് ഓഫ് ഡൂം ആൻഡ് ഗ്ലൂം, even though it's the book of judgment, but for us it is a book of hope. ക്രിസ്തുവാണ് ഈ പുസ്തകത്തിലെ കീ ഫിഗർ. എതിർ ക്രിസ്തു അല്ല ഈ പുസ്തകത്തിന്റെ പ്രധാന വ്യക്തി. 666 എന്നുള്ളതല്ല ഈ പുസ്തകത്തിന്റെ കാതലായ വിഷയം. 7 മുദ്ര ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ന്യായവിധിയോ, 7 കാഹളം ഊതുമ്പോൾ ഉണ്ടാകുന്ന ന്യായവിധിയോ, 7 തണ്ടേഴ്സ് ഉണ്ടാകുമ്പോൾ ഭവിക്കുന്ന കാര്യമോ അല്ല ഇതിന്റെ കാതലായ വിഷയം. ഇതിന്റെ കാതലായ വിഷയം കർത്താവായ യേശുവാണ്. യേശു നമുക്ക് വേണ്ടി രക്ഷ ഒരുക്കിയിരിക്കുന്നു. ഇന്ന് ആ രക്ഷയാകുന്ന ആ പെട്ടകത്തിലേക്ക് നാം എല്ലാവരും കടന്നു വരണം. ആരെങ്കിലും കടന്നു വരാത്തവരായിട്ടുണ്ടെങ്കിൽ ഇത് സുപ്രസാദകാലം, ഇത് രക്ഷാ ദിവസം, സമയം നാം നഷ്ടപ്പെടുത്തി കളയും. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.